ശാന്തി 24/6/25. മാതേശ്വരി മധുബൻ. മാതേശ്വരി ജിയുടെ പുണ്യ സ്മൃതി ദിവസത്തിൽ പ്രഭാത ക്ലാസ്സിൽ കേൾപ്പിക്കാനുള്ള മധുര മഹാവാക്യം. ഗീതം: നോക്കൂ, ഇത് എൻ്റെ ചെറിയൊരു ലോകമാണ്. ഏത് സമയത്തെക്കുറിച്ച് പാടപ്പെട്ടിട്ടുള്ള ഗീതമാണിത്? കാരണം ഈ സംഗമ സമയം തന്നെയാണ് നമ്മൾ ബ്രാഹ്മണ കുലത്തിൻ്റെ ഈ ചെറിയൊരു ലോകമുള്ളത്. ഇത് നമ്മുടെ ഏത് പരിവാരമാണ്? അത് നമ്പർ അനുസരിച്ച് പറയുകയാണ്. നമ്മൾ പരംപിത പരമാത്മാ ശിവന്റെ പൗത്രരാണ്. ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും മുഖസന്താനമാണ്. വിഷ്ണുവും ശങ്കറും നമ്മുടെ അമ്മാവന്മാരാണ്. നമ്മളെല്ലാവരും പരസ്പരം സഹോദരീ സഹോദരന്മാരാണ്. ഇതാണ് നമ്മുടെ ചെറിയൊരു ലോകം. ഇതിനപ്പുറം മറ്റൊരു ബന്ധവും രചിക്കപ്പെട്ടിട്ടേയില്ല. ഈ സമയത്ത് ഇത്രയും സംബന്ധങ്ങൾ തന്നെയാണുള്ളത് എന്ന് പറയും. നോക്കൂ, നമ്മുടെ സംബന്ധം എത്ര വലിയ അതോറിറ്റിയുമായാണ്. നമ്മുടെ ഗ്രാൻഡ് പപ്പയാണ് ശിവൻ. ആ ഒന്നിൻ്റെ നാമം എത്ര വലുതാണ്. ആ ഒന്ന് മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെയും ബീജരൂപമാണ്. സർവ ആത്മാക്കളുടെയും മംഗളകാരി ആയതു കാരണം ആ ഒന്നിനെ ഹരഹര ഭോലാനാഥ് ശിവ മഹാദേവൻ എന്ന് പറയുന്നു. ആ ഒന്ന് മുഴുവൻ സൃഷ്ടിയുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ആ ഒന്നിലൂടെ നമുക്ക് സുഖം, ശാന്തി, പവിത്രത എന്നിവയുടെ വലിയ അവകാശം ലഭിക്കുന്നു. ശാന്തിയിൽ പിന്നെ ഒരു കർമ്മബന്ധനത്തിൻ്റെയും കണക്കുകൾ ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ പവിത്രതയുടെ ആധാരത്തിൽ ഉള്ളവയാണ്. പിതാവിൻ്റെ പാലനയുടെ പൂർണ്ണ സമ്പത്തെടുത്ത് പിതാവിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുവരെയും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. നോക്കൂ, ബ്രഹ്മാവിൻ്റെ മേൽ എത്ര വലിയ കാര്യമാണുള്ളത്. മ്ലേച്ഛമായ 5 വികാരങ്ങളാൽ മലിനമായ അപവിത്ര ആത്മാക്കളെ പുഷ്പമാക്കുന്നു. ആ അലൗകിക കാര്യത്തിൻ്റെ പ്രതിഫലം പിന്നെ സത്യയുഗത്തിലെ ആദ്യ നമ്പറായ ശ്രീകൃഷ്ണ പദവി ലഭിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ആ പിതാവുമായി നിങ്ങൾക്ക് എങ്ങനെയുള്ള സംബന്ധമാണുള്ളത്. അപ്പോൾ എത്ര നിശ്ചിന്തവും സന്തുഷ്ടവും ആകേണ്ടതാണ്. ഇപ്പോൾ ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ പൂർണ്ണ രീതിയിൽ ആ ഒന്നിൻ്റേത് ആയി കഴിഞ്ഞുവോ? ചിന്തിക്കണം, പരമാത്മാവാകുന്ന പിതാവ് വന്നു എന്നിരിക്കെ ആ ഒന്നിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ് സമ്പത്ത് നേടിയെടുക്കണം. സ്റ്റുഡൻറ്റിൻ്റെ ജോലിയാണ് സമ്പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് സ്കോളർഷിപ്പ് നേടുക എന്നത്. അപ്പോൾ നമ്മൾ ആദ്യ നമ്പർ ലോട്ടറി എന്തുകൊണ്ട് വിൻ ചെയ്തുകൂടാ? അതാണ് വിജയമാലയിൽ കോർക്കപ്പെടുക എന്നത്. പിന്നെ ആരാണോ 2 ലഡ്ഡുവും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഇവിടെയുള്ള പരിധിയുള്ള സുഖം എടുക്കാം, അവിടെയും വൈകുണ്ഠത്തിൽ എന്തെങ്കിലുമൊക്കെ സുഖം എടുക്കാം എന്ന് ഇങ്ങനെയുള്ള വിചാരമുള്ളവരെ മധ്യമവും കനിഷ്ഠവുമായ പുരുഷാർത്ഥി എന്ന് പറയും. സർവോത്തമ പുരുഷാർത്ഥി എന്നല്ല. ബാബ നൽകുന്നതിൽ വൈമനസ്യം കാണിക്കുന്നില്ല. അപ്പോൾ എടുക്കുന്നവർ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? അതിനാലാണ് ഗുരു നാനാക്ക് പറഞ്ഞത്, പരമാത്മാവ് ദാതാവാണ്, സമർത്ഥനാണ്. എന്നാൽ ആത്മാക്കൾക്ക് എടുക്കുവാനുള്ള ശക്തി പോലുമില്ല. അതിനാൽ കൊടുക്കുന്നവൻ നൽകുന്നു, പക്ഷേ എടുക്കുന്നവർ ക്ഷീണിതരാകുന്നു എന്ന് ചൊല്ലുണ്ട്. നമ്മളും ഈ പദവി നേടട്ടെ എന്ന് നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കില്ല എന്ന് താങ്കളുടെ മനസ്സിൽ വരുന്നുണ്ടാകും. പക്ഷേ നോക്കൂ, ബാബ എത്ര പ്രയത്നം ചെയ്യുന്നു, എന്നിട്ടും മായ എത്ര വിഘ്നമിടുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ മായയുടെ രാജ്യം സമാപ്തമാകാൻ പോകുന്നു. ഇപ്പോൾ മായ മുഴുവൻ സാരവും എടുത്തു കളഞ്ഞു. അതിനാൽ തന്നെയാണ് പരമാത്മാവ് വരുന്നത്. ആ ഒന്നിൽ സർവ രസവും ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഒന്നിൽ നിന്നും സർവ സംബന്ധങ്ങളുടെയും രസങ്ങൾ ലഭിക്കുന്നു. അതിനാൽ തന്നെയാണ് ത്വമേവ മാതാശ്ച പിത തുടങ്ങിയ ഈ മഹിമകൾ ആ പരമാത്മാവിനെ കുറിച്ച് പാടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംബന്ധമുണ്ടായ ഈ സമയത്തിന് തന്നെയാണ് മഹത്വം. അപ്പോൾ
21 ജന്മത്തേക്ക് സുഖം പ്രാപ്തമാകും വിധം പരമാത്മാവുമായി ഇത്രയും സമ്പൂർണ്ണ സംബന്ധം യോജിപ്പിക്കണം. ഇതാണ് പുരുഷാർത്ഥത്തിൻ്റെ സിദ്ധി. പക്ഷേ 21 ജന്മം എന്ന പേര് കേൾക്കുമ്പോൾ തണുത്തു പോകരുത്. 21 ജന്മങ്ങളിലേക്ക് വേണ്ടി ഈ സമയത്ത് ഇത്രയും പുരുഷാർത്ഥം ചെയ്താലും 21 ജന്മങ്ങൾക്ക് ശേഷം വീഴുക തന്നെ വേണം. അപ്പോൾ എന്ത് സിദ്ധിയാണുണ്ടായത് എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഡ്രാമയുടെ ഉള്ളിൽ ആത്മാക്കളുടെ എത്രത്തോളം സർവോത്തമ സിദ്ധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ അത് ലഭിക്കുമല്ലോ. ബാബ വന്ന് നമ്മളെ സമ്പൂർണ്ണ സ്റ്റേജിൽ എത്തിക്കുന്നു. എന്നാൽ കുട്ടികളായ നമ്മൾ ബാബയെ മറന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായും വീഴും. ഇതിൽ ബാബയുടെ ഒരു ദോഷവും ഇല്ല. കുറവുണ്ടായത് നമ്മൾ കുട്ടികളുടേതാണ്. സത്യത്രേതായുഗത്തിലെ മുഴുവൻ സുഖവും ഈ ജന്മത്തെ പുരുഷാർത്ഥത്തിൽ ആധാരിതമാണ്. അപ്പോൾ എന്തുകൊണ്ട് സമ്പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ സർവോത്തമ പാർട്ട് അഭിനയിച്ചുകൂടാ? എന്തുകൊണ്ട് പുരുഷാർത്ഥം ചെയ്ത് ആ സമ്പത്ത് നേടിക്കൂടാ? പുരുഷാർത്ഥം മനുഷ്യൻ സദാ സുഖത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. സുഖദുഃഖങ്ങളിൽ നിന്നും വേറിടുന്നതിന് വേണ്ടി ആരും പുരുഷാർത്ഥം ചെയ്യാറില്ല. അതാണെങ്കിൽ ഡ്രാമയുടെ അന്തിമത്തിൽ പരമാത്മാവ് വന്ന് എല്ലാ ആത്മാക്കൾക്കും ശിക്ഷകൾ നൽകി പവിത്രമാക്കി പാട്ടിൽ നിന്നും മുക്തമാക്കും. ഇത് പരമാത്മാവിൻ്റെ കാര്യമാണ്. ആ ഒന്ന് തൻ്റെ നിശ്ചിത സമയത്ത് സ്വയമേ വന്ന് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ആത്മാക്കൾക്ക് എന്തായാലും പാർട്ടിൽ വരേണ്ടി തന്നെ വരും എന്നിരിക്കെ എന്തുകൊണ്ട് സർവോത്തമ പാർട്ട് അഭിനയിച്ചുകൂടാ? മനുഷ്യ സൃഷ്ടിയെ സുഖദായി ആക്കുന്ന ബാബയ്ക്കറിയാം മനുഷ്യ സൃഷ്ടി എങ്ങനെ സുഖദായിയാകും എന്നത്. ആത്മാക്കൾ സ്വച്ഛം ആയിട്ടില്ലാത്തതുവരെയും ലോകം സുഖദായി ആവുക സാധ്യമല്ല. അതിനാൽ ആ ഒന്ന് വന്ന് ആദ്യം ആത്മാക്കളെ തന്നെയാണ് സ്വച്ഛമാക്കുന്നത്. ഇപ്പോൾ ആത്മാവിനെ ഇംപ്യൂരിറ്റി അഥവാ അസ്വച്ഛത ബാധിച്ചിരിക്കുന്നു. ആദ്യം ആ ഇംപ്യൂരിറ്റി നീക്കം ചെയ്യണം. പിന്നെ ആത്മാവിൻ്റെ ബലത്തിലൂടെ ഓരോ വസ്തുവിൽ നിന്നും അതിൻ്റെ തമോ പ്രധാനത മാറി സദോ പ്രധാനത ഉണ്ടാകും. അതിനെയാണ് എല്ലാം ഗോൾഡൻ ഏജിൽ വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വവും മറ്റുമെല്ലാം ഗോൾഡൻ ഏജ് സ്റ്റേജിൽ വരുന്നു. എന്നാൽ ആദ്യം ആത്മാവിൻ്റെ സ്റ്റേജ് മാറുന്നു. അപ്പോൾ ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുന്നവൻ, അതായത് ആത്മാക്കളെ പ്യൂരിഫൈഡ് ആക്കുന്ന അതോറിറ്റി ആ ഒന്നായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സ്വയം തനിക്ക് മാറേണ്ടതുണ്ട്. എപ്പോഴാണോ നമ്മൾ സ്വയം മാറുന്നത് അപ്പോൾ അതിൻ്റെ ആധാരത്തിലൂടെ ലോകം മാറും. അഥവാ ഇപ്പോൾ വരെയും നമ്മളിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ, സ്വയം തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ലോകം എങ്ങനെ മാറുവാനാണ്? അതിനാൽ തൻ്റെ പരിശോധന ദിവസവും നടത്തൂ. ഏതുപോലെ കണക്ക് വയ്ക്കുന്നവർ രാത്രി തൻ്റെ കണക്ക് നോക്കുന്നുവല്ലോ. ഇന്ന് എന്ത് ശേഖരണമാണ് ഉണ്ടായത്? തൻ്റെ എല്ലാ കണക്കും വയ്ക്കുന്നു. അപ്പോൾ ഇതിലും തൻ്റെ കണക്ക് വയ്ക്കണം. മുഴുവൻ ദിവസത്തിലും നമുക്ക് എത്ര നേട്ടമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി. അഥവാ നഷ്ടത്തിൽ അല്പം കൂടുതൽ പോയെങ്കിൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടി വീണ്ടും ജാഗ്രത വയ്ക്കേണ്ടതുണ്ട്. ഇപ്രകാരം തൻ്റെ അറ്റൻഷൻ വയ്ക്കുന്നതിലൂടെ വീണ്ടും നമ്മൾ നേട്ടത്തിലേക്ക് പോയി തൻ്റെ പൊസിഷൻ എന്താണോ അതിനെ സ്വായത്തമാക്കി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധന വെച്ച് സ്വയം മാറിയതായി അനുഭവപ്പെടണം. നമ്മൾ ദേവതയായി മാറും. അതാണെങ്കിൽ പിന്നീടാണ് ആകുന്നത്. ഇപ്പോൾ എങ്ങനെയാണോ അത് തൃപ്തികരമാണ് എന്നത് പാടില്ല, അരുത്. ഇപ്പോൾ മുതൽ ആ ദേവതാ സംസ്കാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരെയും ഏതൊരു 5 വികാരങ്ങൾക്ക് വശപ്പെട്ട സംസ്കാരമാണോ നടന്നിരുന്നത്, ഇപ്പോൾ നോക്കണം ആ വികാരങ്ങളിൽ നിന്നും നമ്മൾ മുക്തമായിക്കൊണ്ടിരിക്കുകയാണോ? നമ്മളിൽ ഏതൊരു ക്രോധവും മറ്റുമാണോ ഉണ്ടായിരുന്നത്, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ലോഭം അല്ലെങ്കിൽ മോഹം തുടങ്ങി എന്താണ് ഉണ്ടായിരുന്നത്,
ആ എല്ലാ വികാരി സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുകയാണോ? അഥവാ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മുക്തമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കൂ. അഥവാ മുക്തമാകുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കൂ. അപ്പോൾ പരിവർത്തനപ്പെടുന്നതിൻ്റെ വ്യത്യാസം അനുഭവപ്പെടേണ്ടത് ആവശ്യമാണ്. സ്വയം തന്നിൽ ചേഞ്ച് വരണം. മുഴുവൻ ദിവസവും വികാരി കണക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയും നമ്മൾ നല്ല ഏതെങ്കിലും ദാനപുണ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് പാടില്ല, അരുത്. നമ്മുടെ ഏതൊരു കർമ്മത്തിൻ്റെ കണക്കാണോ നടക്കുന്നത്, അതിൽ നമ്മളെ പരിപാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതിൽ ഏതെങ്കിലും വികാരത്തിന് വശപ്പെട്ട് തൻ്റെ വികർമ്മത്തിൻ്റെ കണക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ. ഇതിൽ സ്വയം തന്നെ സംരക്ഷിക്കണം. ഈ മുഴുവൻ കണക്കും നോക്കണം. ഉറങ്ങുന്നതിന് മുമ്പേ 10-15 മിനിറ്റ് സ്വയം നോക്കണം, നമ്മുടെ മുഴുവൻ ദിവസവും എങ്ങനെ കടന്നുപോയി. ചിലരാണെങ്കിൽ നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. കാരണം മുൻകാല പാപങ്ങളുടെ ഏതൊരു ഭാരമാണോ ശിരസിലുള്ളത് അതിനെയും ഇല്ലാതാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ബാബയുടെ ആജ്ഞയാണ് എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നമ്മൾ എത്ര സമയം ഓർമ്മയ്ക്കായി നൽകി? കാരണം ഈ ചാർട്ട് വയ്ക്കുന്നതിലൂടെ അടുത്ത ദിവസത്തേക്ക് ജാഗ്രത നിലനിൽക്കും. ഇങ്ങനെ ജാഗ്രത നിലനിന്ന് പിന്നെ ജാഗ്രത ഉള്ളവരായി മാറും. പിന്നെ നമ്മുടെ കർമ്മങ്ങൾ നല്ലതായി തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെയുള്ള ഒരു പാപവും ഉണ്ടാകില്ല. പാപങ്ങളിൽ നിന്ന് തന്നെയാണല്ലോ രക്ഷിക്കേണ്ടത്. ശരി, മധുരമായ മാതാവിൻ്റെ മധുരമായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. സന്ദേശിയുടെ ശരീരത്തിലൂടെ മാതാ സരസ്വതിയുമായി അവ്യക്ത പ്രഭുവിൻ്റെ കൂടിക്കാഴ്ചയും സംഭാഷണവും. പുത്രി ശ്രീ രാധേ, നോക്കൂ, നിന്റെ അടുക്കൽ ആരാണ് വന്നിരിക്കുന്നതെന്ന്. എത്ര വലിയ ശക്തി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വരവിൻ്റെ രഹസ്യത്തിലൂടെ നിനക്ക് സ്വയം തന്നെയും അറിയുവാൻ സാധിക്കുന്നു. വന്നിരിക്കുന്നവൻ്റെ പൊസിഷനോടൊപ്പം സ്വയം തൻ്റെ പൊസിഷനും അഥവാ പദവിയെയും അറിയാൻ സാധിക്കുന്നു. ഹേ പുത്രിയായ രാധേ, നീ എൻ്റെ ശക്തിപ്രഭാവം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 1 സെക്കൻഡിൽ വിനാശം ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ ചെയ്യുന്നില്ല. കാരണം വിരാട് ഫിലിം അനുസരിച്ച് ഏതെല്ലാം കർത്തവ്യം ആരിലൂടെയെല്ലാം എങ്ങനെ പ്ലേ ആകേണ്ടതുണ്ടോ അത് തീർച്ചയായും പ്ലേ ആകും. അവ്യക്ത പ്രഭുവായ അനാദി നിയമങ്ങൾ അറിയുന്നവൻ തന്നെയാണ് അനാദി നിയമങ്ങളുടെ തിരിച്ചറിവ് വന്ന് നൽകുന്നത്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും അനാദി കളി സ്റ്റേജിൽ പ്ലേ ആകുന്നു. അപ്പോൾ പ്രാക്ടിക്കലിൽ പ്ലേ ആകുന്നതിന് സമയമെടുക്കുന്നു. അഥവാ ഇത്രയും വർഷങ്ങളുടെ കളി 1 സെക്കൻഡിൽ പൂർത്തിയാക്കുകയാണെങ്കിൽ ബാക്കി കളി എന്ത് നടക്കുവാനാണ്? അപ്പോൾ ഏതെല്ലാം പ്രയാസങ്ങൾ എങ്ങനെയെല്ലാം കാണുകയും സഹിക്കുകയും ചെയ്യണമോ അത് അതേപോലെ തന്നെ ആ വിചിത്രമായ രഹസ്യത്തോടെ റിപ്പീറ്റ് ആകുന്നു. ഇത് വിചിത്രമായ റെപ്പറ്റീഷനാണ്. അതിനെ ഹേ പ്രിയപ്പെട്ട എൻ്റെ രാധേ, നീയും ഞാനും കണ്ട് എത്ര ഹർഷിതമാകുന്നു. ഈ വിരാട് ഡ്രാമയിലെ പാർട്ടെല്ലാം ടെസ്റ്റ് നടത്തും വിധത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ കളിയെ നടത്തിക്കുന്നവന് അഥവാ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1 സെക്കൻഡിൽ ഈ ഡ്രാമയെ ഡ്രോപ്പ് ചെയ്ത് വീണ്ടും പുതിയതായി ആരംഭിക്കാനാകും. പക്ഷേ ചെയ്യുന്നില്ല. കാരണം ഈശ്വരനും ഈ സാധാരണ രീതിയിൽ കർത്തവ്യം നടത്തിക്കേണ്ടി വരുന്നു. സ്വയം സർവശക്തിവാനും നിരാകാരനുമായ ഈശ്വരൻ സാകാരത്തിലുണ്ട്, എന്നാൽ സാധാരണ വേഷത്തിലാണ്. ഇത് ഭൂൽ ഭുലയ്യയുടെ കളിയാണ്. അതായത് ഉള്ളിൽ പ്രവേശിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം സങ്കീർണമായത്. ഇതിനെ ആര് അറിയുന്നുവോ അവർ എല്ലാം അറിയുന്നവരാണ്. പുത്രി ശ്രീ രാധേ, പ്രിയ വത്സലർക്ക്
ഈ സഹിക്കുന്നതിൻ്റെ മാർഗവും തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എങ്കിലും ഞാൻ ആഗ്രഹിച്ചാൽ തൻ്റെ വത്സലരെ പ്രതി ഇതിനെ സഹജമാർഗം ആക്കുവാൻ സാധിക്കും. കാരണം സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അഥവാ ഏതെങ്കിലും ധനവാനായ ഭക്തന് ഏതെങ്കിലും ദേവതയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുകയാണെങ്കിൽ അയാൾ തൻ്റെ മുഴുവൻ ധനവും എടുത്ത് യജ്ഞത്തിൽ വന്ന് സ്വാഹ ചെയ്തേനെ. കാരണം ഈശ്വരൻ സർവ ധനവാന്മാരുടെയും ധനവാനാണ്. എന്നാൽ നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നത് ഇതാണ്: ഞാൻ എൻ്റെ ബെഗേഴ്സായ പ്രിയവത്സരരെ പ്രിൻസും പ്രിൻസസും ആക്കട്ടെ. അതിനാൽ നിങ്ങൾ ഇതെല്ലാം സഹിച്ചതിനു ശേഷം തന്നെയാണ് പ്രിൻസും പ്രിൻസസും പോയി ആകുന്നത്. പിതാവിനറിയാം വത്സലർക്ക് ഇത് സഹിക്കാനുള്ള മാർഗം തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കാരണം സഹിക്കുക എന്നത് ഈശ്വരീയം അഥവാ ദൈവിക ഗുണമാണ്. അതിൽ തന്നെ സന്തോഷം അടങ്ങിയിട്ടുണ്ട്. ഈ ഗുണത്തിലൂടെ ഈശ്വരീയ സുഖം അനുഭവപ്പെടുന്നു. സഹിക്കുമ്പോഴും നിങ്ങൾ എത്ര ആഹ്ലാദം ആഘോഷിക്കുന്നു. ഇത് ഗോപനീയമായ ജ്ഞാനമാണ്. ഇങ്ങനെയുള്ള അനാസക്ത യോഗി തന്നെയാണ് സ്ഥായിയായ സുഖം പ്രാപ്തമാക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പരീക്ഷകളുടെ സമയം സമീപം വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വത്സലരും വരാൻ പോകുന്ന പരീക്ഷകളെ ഇൻ അഡ്വാൻസ് മുന്നിൽ വച്ചുകൊണ്ട് ആ അഭ്യാസത്തിൽ പോയിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും വത്സലർക്ക് ആഹാരപാനീയങ്ങൾ തുടങ്ങിയവ ലഭിച്ചില്ലെങ്കിൽ പോലും സ്വയം നിശ്ചിന്ത ചക്രവർത്തിയായി ഉപസ്ഥിതമാകണം. ഇങ്ങനെയുള്ള തൻ്റെ സുന്ദരമായ അവസ്ഥ വളരെ സമയം ധാരണ ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് സ്വയമേ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളും എന്നഥവാ ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വയം തന്നെ ചതിക്കലാണ്. അതിനാൽ മുൻകൂട്ടി തന്നെ ജാഗ്രത ഉള്ളവരായി ഇരിക്കണം. എൻ്റെ അതിപ്രിയ വത്സരർ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരെയും ആ ലൈറ്റിൻ്റെ തേജസ് എൻ്റെ വദനം വരെ എത്തിച്ചേരുന്നില്ല. ഓരോരുത്തരും എപ്പോഴാണോ ലൈറ്റ് സ്വരൂപമായി ഉപസ്ഥിതരാകുന്നത് അപ്പോൾ അവരുടെ യോഗത്തിൻ്റെ തേജസ് എൻ്റെ വദനത്തിൽ എത്തിച്ചേരും. അപ്പോൾ തന്നെയാണ് ആ ഓരോരുത്തരുടെയും സമ്പൂർണ്ണ ലൈറ്റ് അവരിൽ പ്രവേശിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് പിന്നെ ശക്തികളുടെ മഹിമ പുറപ്പെടും. അപ്പോൾ ഓരോരുത്തരും സ്വയം തൻ്റെ നിശ്ചയത്തിൽ സ്ഥിരത ഉള്ളവരായിരിക്കണം. ഞാൻ പോലും അഥവാ ഇറക്കിയാൽ പോലും ഇറങ്ങുവാൻ കഴിയാത്ത വിധം. ഹേ ശിരോമണി ശക്തി രാധേ, ശക്തികൾ ജ്ഞാന യോഗബലത്തിലും വായികൊണ്ട് ജ്ഞാന മുരളി ഊതുന്നതിലും തയ്യാറായിരിക്കേണ്ടത് ആവശ്യമാണ്. നിനക്ക് തൻ്റെ ഏകരസ ഈശ്വരീയ ദൃഷ്ടിയിലൂടെ ഓരോരുത്തരെയും സംതൃപ്തമാക്കി തൻ്റെ മധുര വീണയിലൂടെ ഈ തിരിച്ചറിവ് നൽകണം: ഞാൻ ആരാണ്, എൻ്റെ പിതാവ് ആരാണ്, എങ്ങനെയാണ് ബ്രഹ്മാവിൽ ഭഗവാൻ പ്രത്യക്ഷമായത്. ആ ഒന്ന് ഈ അന്തിമ സമയത്ത് ഡെവിൾ വേൾഡിനെ ഇല്ലായ്മ ചെയ്ത് തൻ്റെ നിജദേശമായ DT വേൾഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേ രാധേ പുത്രി, എപ്പോഴാണോ ഓരോരുത്തരുടെയും അവസ്ഥ ദീപത്തിൻ്റെ നാളം പോലെ സ്ഥിരമായിരിക്കുന്നത് അപ്പോൾ സൂക്ഷ്മമായ ആന്തരിക പ്രേരണകളെ പിടിച്ചെടുത്ത് തൻ്റെ കാര്യം സമ്പൂർണ്ണ രീതിയിൽ സിദ്ധമാക്കുവാൻ സാധിക്കും. എത്രത്തോളം ജ്ഞാനം അനുസരിച്ചുള്ള അവസ്ഥ ഉണ്ടാകുമോ അത്രയും തന്നെ പ്രേരണകളെ പിടിച്ചെടുക്കാൻ സാധിക്കും. എത്രത്തോളം ആ അവസ്ഥയിൽ തുടർച്ചയായി ഇരിക്കുമോ അത്രയും സമ്പൂർണ്ണ പ്രേരണകൾ ടച്ച് ആവുക സാധ്യമാകും. ആഹാ പുത്രി രാധേ, എൻ്റെ സ്വരൂപം നോക്കൂ. വത്സലർക്ക് എൻ്റെ സ്വരൂപം കാണാൻ സാധിക്കുന്നില്ലേ? എങ്ങനെയാണ് അഖണ്ഡ ജ്യോതി തത്വത്തിൽ നിന്നും വന്ന് ഞാൻ സാക്ഷാൽ പ്രത്യക്ഷത്തിൽ പ്രവേശിച്ച് സംസാരിക്കുന്നത്? എന്നിലൂടെ തന്നെയാണ് ഈ എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകുന്നത്. കാരണം ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം. നോക്കൂ,
പ്രകൃതിയുടെ മധ്യത്തിൽ ജ്ഞാന ലൈറ്റ് തിളങ്ങുന്നു. കുട്ടി കേവലം ഇത് ചിന്തിക്കണം, ആഹാ, ആരെയാണോ മുഴുവൻ സൃഷ്ടിയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സർവശക്തിവാനായ ഈശ്വരൻ സ്വയം യജ്ഞത്തിൽ നമ്മൾ വത്സലരുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആ ഒന്നിൻ്റെ ശീതളം അടിത്തട്ടിൽ ഇരിക്കുന്നതിലൂടെ ഹൃദയം ശാന്തമാകുന്നു. അഥവാ രചനയ്ക്ക് രചിക്കുന്നവനെ ലഭിച്ചുവെങ്കിൽ പിന്നെ ആ ഒന്നിനെ ഉപേക്ഷിച്ച് ആ ഒന്നിൻ്റെ രചനയിലേക്ക് എന്തിനു പോകണം? ഹയസ്റ്റിലും ഹയസ്റ്റ് അതോറിറ്റിയായ, സ്വയം സർവശക്തികളുടെയും അധികാരിയായ ആ ഒന്നിൽ നിന്നും സർവശക്തികളും പ്രകടമായി. ആ തിരിച്ചറിവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ മടിത്തട്ട് ഉപേക്ഷിക്കുന്നത് അസംഭവ്യമാകും. എപ്പോഴാണോ ദി ക്രിയേറ്ററിൻ്റെ തിരിച്ചറിവ് വരുന്നത്, അപ്പോൾ മനസ്സിലാകും ഇത് ആരാണെന്ന്. മനസ്സിലായോ ശിരോമണി രാധേ? ശരി. വരദാനം: സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നവരും സംഗമയുഗത്തിലെ സർവ അലൗകിക പ്രാപ്തികളാലും സമ്പന്നരായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾ അലൗകിക പ്രാപ്തികളാൽ സദാ സമ്പന്നമാണോ, അവർ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ ആരാണോ ഓമന സന്താനങ്ങൾ, അവരെ ഊഞ്ഞാലിൽ ആട്ടുന്നു. അതേപോലെ സർവപ്രാപ്തി സമ്പന്നരായ ബ്രാഹ്മണരുടെ ഊഞ്ഞാൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കൂ. ഒരിക്കലും ദേഹാഭിമാനത്തിൽ വരരുത്. ആരാണോ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി ഭൂമിയിൽ പാദം വയ്ക്കുന്നത്, അവർ മലിനമായി പോകുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ സ്വച്ഛമായ കുട്ടികൾ സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. മണ്ണിൽ പാദം വയ്ക്കുവാൻ കഴിയില്ല. സ്ലോഗൻ: ഞാൻ ത്യാഗിയാണ് എന്ന അഭിമാനത്തിൻ്റെ ത്യാഗം തന്നെയാണ് സത്യമായ ത്യാഗം. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. എപ്പോഴാണോ സ്വയം അകാലമൂർത്തിയായ ആത്മാവായി മനസ്സിലാക്കുന്നത്, അപ്പോൾ അകാല മൃത്യുവിൽ നിന്നും, ദൗർലഭ്യത്തിൽ നിന്നും, സർവ സമസ്യകളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. മാനസിക ചിന്തകളെയും മാനസിക പരിതസ്ഥിതികളെയും നീക്കം ചെയ്യാനുള്ള ഒരേ ഒരു ഉപാധിയാണ് തൻ്റെ ഈ പഴയ ശരീരത്തിൻ്റെ ബോധത്തെ ഇല്ലാതാക്കണം. ദേഹാഭിമാനത്തെ ഇല്ലാതാക്കുന്നതിലൂടെ സർവ പരിതസ്ഥിതികളും ഇല്ലാതാകും. ഓം ശാന്തി. ജ്ഞാനഗംഗാവാഹിനി ശ്വേത
ഗദഗദം